വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ജിസ്ന ഫ്രാൻസിസ്. അപ്പോൾ ഇന്നൊരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ്. ലോലിപോപ്സ് ബോട്ടിക്കിൽ നിന്ന് ഞാനൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. ഇതിന് മുന്നേ 2-3 വട്ടം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ചെക്ക് ചെയ്യേണ്ടവർക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. കൂടാതെ കുറേ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ റിവ്യൂസ് ഞാൻ ഇതിന് മുന്നേ പർച്ചേസ് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഈ ഒരു ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നൊക്കെ ഡ്രസ്സ് വാങ്ങിക്കാനൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഒന്ന് റിവ്യൂ ഒന്ന് ചെക്ക് ചെയ്താൽ നോക്കാം കേട്ടോ. കാരണം ഈ ഒരു ടൈമിൽ ഓൺലൈനിൽ നമ്മൾ പർച്ചേസ് ഒത്തിരി സൂക്ഷിക്കണം. അപ്പോൾ കുറച്ച് റിവ്യൂസ് ഒക്കെ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഔട്ട്ഫിറ്റിനെ പറ്റി പറയാം. ഇത് പ്രെറ്റി ബഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചാണ്. നല്ലൊരു ഹക്കോബ മെറ്റീരിയലിൻ്റെ ഡ്രസ്സാണ്. ഈ ഒരു സമ്മർ ടൈമിൽ ക്യാഷ്വലായിട്ട് വെയർ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ കൂടെ വേറൊരെണ്ണം കൂടി ഉണ്ടായിരുന്നു. ഇതിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കാണാം. യെസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. കാരണം ഇത് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ വീഡിയോ എന്താണെങ്കിലും എടുക്കണം. കാരണം എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് റീപ്ലേസ് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും വീഡിയോ എടുക്കണം. അപ്പോൾ ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്യാതെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ റിവ്യൂ ചെയ്യുന്ന ടൈമിൽ എന്താണെങ്കിലും വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ചെയ്യാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതൊരു പ്രീ ബുക്കിംഗ് പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തിട്ടൊരു 2 months ആയി. ഒരു മാർച്ച് 24th ഞാൻ ഓർഡർ ചെയ്യുന്നത്. പിന്നെയും ഒരു 1.5 month കൂടുതൽ കഴിഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ ഇത് കിട്ടിയത്. അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു 30 വർക്കിംഗ് ഡേയ്സ്. അപ്പോൾ 30 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഇവരുടെ ഡിസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ഇതുവരെ ഞാൻ വാങ്ങിച്ചതൊക്കെ റെഡി ടു ഡിസ്പാച്ച് ആയിരുന്നു. അതാകുമ്പോൾ പെട്ടെന്ന് 1 വീക്കിനുള്ളിൽ കിട്ടും. ഇതിപ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഇങ്ങനെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ വാങ്ങിക്കാൻ. പ്രീ ബുക്കിംഗ് പ്രൊഡക്റ്റ് ആണെങ്കിൽ കേട്ടോ. ഒരു ക്രീമല്ല, ഒരു ബീജും ക്രീമും കൂടി മിക്സായ ഒരു ടൈപ്പ് കളറാണ് കേട്ടോ. ആക്ച്വലി ഇത് വീഡിയോസിൽ കാണുമ്പോൾ കുറച്ചുകൂടി ഒരു ബ്രൈറ്റ്നെസ് തോന്നിക്കും. അത് ആ വീഡിയോൻ്റെ എഡിറ്റിങ്ങും ലൈറ്റിങ്ങും കൊണ്ടാണ്. നിങ്ങൾ ഒരിക്കലും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഒരു എക്സാക്ട് സെയിം ആണ് നിങ്ങളുടെ കൈ കിട്ടാൻ പോകാമെന്ന് വിചാരിക്കരുത്. എസ്പെഷ്യലി ഇങ്ങനെ ലൈറ്റ്സും ഒക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ, ഇപ്പോൾ നാച്ചുറൽ ലൈറ്റിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. സ്റ്റുഡിയോ ലൈറ്റിലൊക്കെ ഷൂട്ട് ചെയ്യുന്നതാണെങ്കിൽ എന്താണെങ്കിലും കളർ ഡിഫറൻസ് ഉണ്ടാവും. ഞാൻ ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ, അതായത് ഞാൻ ഏത് വീഡിയോ കണ്ടിട്ടാണ് വാങ്ങിച്ചത് അതും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് നോക്കട്ടെ, കിട്ടുമോ നോക്കട്ടെ. അങ്ങനെയെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ. ഈ കളറേ ആയിരുന്നില്ല അതിനകത്ത് കണ്ടത്. പക്ഷേങ്കിൽ എനിക്ക് ആ കളറിലും കൂടുതൽ ഇത് ഇഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഇതാണ് പ്രൊഡക്റ്റ്. ഒരു സ്ട്രെയിറ്റ് കട്ട് ആയിട്ടുള്ളൊരു കുർത്തയാണ്. ഞാൻ 38 സൈസാണ് ഓർഡർ ചെയ്തത്. ഇതെനിക്ക് വലുതായിരിക്കും, ഇട്ട് നോക്കിയാൽ അറിയാം. സ്ട്രെയിറ്റ് കട്ട് കുർത്തയാണ്, സ്ലിറ്റഡ് കുർത്തയാണ്. ഒരു കോട്ട മെറ്റീരിയലാണ്. അവർ പറഞ്ഞത് സിൽക്ക് കോട്ട മെറ്റീരിയൽ എന്നാണ്. ഈ ഒരു മെറ്റീരിയലാണ്. അത്യാവശ്യം സ്റ്റിഫായിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇവിടെ ഒരു ലൈസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ്, കണ്ടില്ല? ആ മെറ്റീരിയലിൽ തന്നെ ഒരു സീക്വൻസ് വർക്ക് നിറച്ചും വരുന്നുണ്ട്. അത് തന്നെ സെയിം ബാക്കിലും വരുന്നുണ്ട്. ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഒരു പിൻടെക്ക് വന്നിട്ട് ചുറ്റും ഒരു ക്രോഷേ ലേസ് വരുന്നുണ്ട് കേട്ടോ. സ്ലീവിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു എൻഡ് പോർഷനിൽ ഇവിടെയും ഈ ലേസ് വരുന്നുണ്ട്. അത് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ. ബാക്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ്. ആക്ച്വലി ഈ കളർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഈ ഓർഡർ പെട്ടെന്നായിരുന്നു ഞാൻ പ്ലേസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് കളർ മാറിപ്പോയിട്ടോ. ഒരു പിങ്ക് കളറായിരുന്നു ഞാൻ ചൂസ് ചെയ്യാനിരുന്നത്. ബട്ട് ഇതറിയാണ്ട് സെലക്ട് ആയിപ്പോയിട്ട് ഓർഡറും പ്ലേസ് ആയി. പക്ഷേങ്കിൽ പേയ്മെൻറ്റ് ഫെയിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഓർഡർ ആയിട്ടുണ്ടാവില്ല എന്ന്. അങ്ങനെ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓർഡർ കൺഫേംഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കളർ ചേഞ്ച് ഉണ്ട്, അത് മാറ്റാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ പറഞ്ഞു പറ്റത്തില്ല, ഒരു പ്രാവശ്യം കൺഫേം ആയത് പിന്നെ മാറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് ടൈം എടുത്ത് വേണം ഓർഡർ ചെയ്യാൻ. ആ ഒരു ഇതുണ്ട്. പക്ഷേങ്കിൽ ഞാൻ ഓർഡർ ചെയ്ത ആ ഒരു പിങ്കിനേക്കാളും എനിക്കിത് ഇഷ്ടപ്പെട്ടു. ആ ഫോട്ടോ ലൈറ്റിൽ, ആ ഒരു ലൈറ്റിൽ കണ്ട ഒരു ഷെയ്ഡ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അത് ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡായിരുന്നു. അതിൽ ഇത് നേരിട്ട് കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഇട്ടിട്ടുള്ള വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് ഇതിൻ്റെ ഫിറ്റിങ്, എങ്ങനെയാണ് ലെങ്ത് വൈസ്, എങ്ങനെയാണ്. ഇതിൻ്റെ നെക്കൊക്കെ ഭംഗിയുണ്ട്. പക്ഷേ ഇതിൽ കുറച്ച് കയറിയ നെക്കാന്ന് തോന്നുന്നു. എനിക്ക് കുറച്ചുകൂടി ഇറങ്ങിയ നെക്കാണ് താല്പര്യം. ഇത് ഇച്ചിരി കയറിയ നെക്കാന്ന് തോന്നുന്നു. അപ്പോൾ എന്താണെങ്കിലും ഇട്ടിട്ട് നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്.
ഡ്രസ്സ് ഇട്ട് നോക്കിയപ്പോൾ നെക്ക് എനിക്ക് ഓക്കെ ആണ് കേട്ടോ. കയറിയ നെക്കാണെങ്കിലും ആ ഒരു പിൻടെക്സും ക്രോഷലേസൊക്കെ വന്നതുകൊണ്ട് ആ ഒരു ഏരിയ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ചെസ്റ്റ് ഏരിയ ആണെങ്കിലും കറക്റ്റ് ഫിറ്റിലാണ് നിൽക്കുന്നത്. ഒരു ചെറിയ ലൂസ് വേണമായിരുന്നു എനിക്ക്, ഞാനത് പ്രിഫർ ചെയ്യുന്നത്. ആ ഒരു ഫിറ്റിങ്സിൽ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ ആകെ കൂടി എനിക്കൊരു പ്രശ്നം തോന്നിയത് സ്റ്റൊമക്ക് ഏരിയയിൽ കുറച്ച് ലൂസാണ്. അവിടെ ഒരു ഇച്ചിരി ഷേപ്പിൽ വന്നായിരുന്നു കുറച്ചുകൂടെ ഭംഗിയായിരുന്നു എന്ന് തോന്നി. പക്ഷേ എങ്കിൽ നമുക്ക് അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് അത് ചിലപ്പോൾ ടൈറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ ചാൻസ് ഉണ്ട്. ഒരു സ്റ്റിഫായിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കോട്ട മെറ്റീരിയലാണ് കേട്ടോ ഇത്. ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ പിക്സിൽ കാണുമ്പോഴും നേരിട്ട് ഇട്ടിട്ട് കാണുമ്പോഴും ഒക്കെ ലുക്ക് വൈസ് അടിപൊളിയാണ്. മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ ഇട്ടിട്ട് കംഫർട്ടബിളാണ്. പക്ഷേങ്കിൽ ഇച്ചിരി സ്റ്റിഫായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ലെങ്ത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ലെങ്ത്ത് ഉള്ളൊരു കുർത്തയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ സ്റ്റൈൽ ചെയ്തേക്കുന്ന അജിയോന്ന് വാങ്ങിച്ചേക്കുന്ന ഒരു പാൻറ്റാണ് കേട്ടോ. 280 രൂപയാണ് റേറ്റ്. പാൻസിൻ്റെ ഹാള് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ ഇതാ ഈ ഒരു ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് പാൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണാം. 999 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു കുർത്ത ഡ്രസ്സ് വാങ്ങിച്ചത്. എനിക്കത് ആ ഒരു പ്രൈസിന് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു സ്റ്റൈൽ വൈസ് ഒക്കെ മെറ്റീരിയൽ കുറച്ച് ഞാൻ പറഞ്ഞതുപോലെ സ്റ്റിഫാണ്, പക്ഷേങ്കിൽ ലുക്ക് വൈസ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ കുറേ വീഡിയോസ് വരുന്നതായിരിക്കും, അടുത്ത് തന്നെ വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതിലേക്കും ബൈ.